അതെ, ചില ദൈവിക ചിന്തകളിലേക്ക് ഇന്ന് പകൽ നിങ്ങളെ ഒന്ന് കൊണ്ടുപോയതിനു ശേഷം പ്രാർത്ഥനയോടെ പിരിയുവാൻ ദൈവം ഇടയാക്കട്ടെ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം, ബുക്ക് ഓഫ് ജെറമിയ, അതിൻ്റെ 18-ാം അധ്യായം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 18. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 18, അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വചനം, വേർഡ്സ് 1 to 6. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കുക. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. മതി, നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഈ വാക്യത്തിൽ നിന്നും ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ധാരാളം കേട്ട ദൈവമക്കളാണ് ഇതിന് നടുവിലായിരിക്കുന്നത്. और ये जो वचन है बहुत बार हमारे विश्वासी भाई बहनों ने सुना है, जैसे मैंने पहले बोला है. എന്നാൽ കഴിഞ്ഞ 2 ദിവസത്തെ എൻ്റെ വചനധ്യാനത്തിൽ ദൈവാത്മാവ് 6 വാക്യങ്ങളിൽ നിന്നും ആഴമേറിയ ചില ദൈവിക ചിന്തകൾ തരുവാനിടയായി തീർന്നു. लेकिन पिछले 2 दिनों से मैं जो है वचन को गहराई से पढ़ रहा था और परमेश्वर की आत्मा ने जो है मुझे कुछ बातों को बताया. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് എനിക്ക് വലിയ ഉത്തേജനവും ചിന്തിക്കേണ്ടതുമായ ചില ആശയങ്ങൾ ദൈവം തന്നു. അത് നിങ്ങളിലേക്കൊന്ന് ഇറക്കി വെച്ചതിന് ശേഷം അവസാനമായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. और मैं अपने व्यक्तिगत रूप में देखूं तो परमेश्वर ने मुझे बहुत ही उत्साहित करने वाले वचन को देखा है, दिया है, और उसको मैं आप लोगों के साथ भी बताकर और बैठना चाहूँगा. വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുന്ന അഗ്രഗണ്യനായ ഒരു പ്രവാചകനാണ് ഇരമ്യാവ്. और बड़े भविष्य वक्ताओं की जो है सूची में एक बताया गया एक भविष्य वक्ता है यिर्मयाह. ഈ വലിയ പ്രവാചകന്മാരെന്ന വേദപുസ്തകം അതിൽ വിഭാജനം ചെയ്തിരിക്കുന്ന എന്തുകൊണ്ടെന്നാൽ ശരീരത്തിൻ്റെ വലുപ്പമല്ല, പണത്തിൻ്റെ വലുപ്പമല്ല, ബിൽഡിങ്ങിൻ്റെയോ വാഹനത്തിൻ്റെ വലുപ്പം കൊണ്ടല്ല കാനോനികമായി അവരെ വലിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അവരുടെ ശുശ്രൂഷയുടെ പാഠവും ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ കരുത്തുമാണ് അവരെ പുസ്തകങ്ങളിൽ വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ ആക്കി തീർത്തത്. और एक बड़े प्रचारक के रूप में उन्हें इसलिए जो है विभाजित नहीं किया कि उनके शरीर को देखकर या उनके गाड़ी को देखकर या किसी और बातों को देखकर, बल्कि परमेश्वर के आत्मा के अभिषेक से उनके सुसमाचार के जीवन में क्या कार्य हुए हैं उसी के अनुसार उन्हें बड़े भविष्यवक्ता के तौर पे बताया गया है. നമ്മൾ ഈ ഭൂമിയിലെ പ്രവാചകന്മാരെ, ദൈവദാസന്മാരെ നമ്മൾ വലിയ ദൈവദാസന്മാരെ നമ്മൾ പറയുവാൻ കാരണം അവരുടെ പുറമേ ഉള്ള ക്രമീകരണങ്ങളും വാഹനത്തിൻ്റെ വലുപ്പവും അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ബംഗ്ലാവിൻ്റെ വലുപ്പവും ഒക്കെ ഓർത്തായിരിക്കും പലപ്പോഴും നാം പറയുന്നത്. എന്നാൽ ദൈവവചനം ഇവരെ ഗണത്തിൽ ഉൾപ്പെടുത്തുവാൻ കാരണം ജനനായകനായി പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിലേക്ക് കണ്ണുനീരോടെ ചെല്ലുന്ന കണ്ണുനീരിൻ്റെ പ്രവാചകനായതുകൊണ്ട് തിരുവചനത്തിൽ ഇരമ്യാവിനെ വലിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ സർവശക്തനായ ദൈവം ഉൾക്കൊള്ളിച്ചു. और हम तो शायद दुनिया के तौर पे बड़े बड़े जो है भविष्यवक्ताओं को उसकी संपत्ति से या उसके पास की गाड़ी या बंगले से हम आंकलन करते हैं, बल्कि लेकिन पवित्र आत्मा ने जो बड़े प्रचारक के रूप में इनको बताया है वो इसलिए क्योंकि ये भविष्यवक्ता लोग जो है आंसुओं के साथ लोगों के बीच में प्रभु की आत्मा के द्वारा चलाए गए हैं. വലിയ പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ പ്രാർത്ഥനാ മനുഷ്യൻ രാജാക്കന്മാർക്കെതിരെ നിന്ന് പ്രവചിച്ചിട്ടുണ്ട്, ഇസ്രായേൽ രാഷ്ട്രത്തിനെതിരെ നിന്ന് പ്രവചിച്ചിട്ടുണ്ട്, മനുഷ്യന്മാർക്കെതിരെ നിന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഒരിക്കൽ രാജാവിനെതിരെ ഇരമ്യാവ് പ്രവചിച്ചതിൻ്റെ സാഫല്യം എന്താ സംഭവിച്ചെന്നറിയാമോ? ഇരമ്യാവ് ആദ്യത്തെ പുസ്തകം ആ രാജാവ് ഒരു തീയിലിട്ട് ചുട്ടുകളഞ്ഞു.
और जो है यिर्मयाह भविष्यवक्ता ने राष्ट्र के खिलाफ, इस्राएल के खिलाफ, लोगों के खिलाफ जो है वचन का प्रचार किया। और पहले अध्याय में हम देखते हैं उसने जब राजा के खिलाफ इसकी एक किताब जो लिखी, उस किताब को भी जला दिया गया। ഇത് യിരെമ്യാവ് എഴുതിയ രണ്ടാമത്തെ പുസ്തകം. ഇത് ആദ്യത്തെ പുസ്തകം രാജാവ് തീയിലിട്ട് ഉടച്ചു കളയാൻ കാരണം, കത്തിച്ചു കളയാൻ കാരണം രാജാവിന്റെ മുഖത്ത് നോക്കി പ്രവചിച്ചതിന്റെ പരിണത ഫലമാണ് യിരെമ്യാവിന്റെ ആദ്യത്തെ പുസ്തകം നമ്മൾ നഷ്ടപ്പെട്ടു പോയി. और ये जो हमारे पास यिर्मयाह की पुस्तक है, ये उसकी दूसरी पुस्तक है। उसकी जो पहली पुस्तक था वो राजा ने इस कारण जला दिया क्योंकि यिर्मयाह ने जो है उसकी आंखों में आंखें मिलाकर उसके विरोध भी बातों को बोला। വളരെ ശ്രദ്ധയോടും ഗൗരവമായും ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കണം. और बहुत ही ध्यान पूर्वक इस वचन को आप सुने। ഇന്നത്തെ ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചില നാളം കത്തിച്ചു വിടും. അത് ഈ ദിവസങ്ങളിൽ അകത്ത് കടന്ന് വളരണം, അകത്ത് കടന്ന് ക്രിയ ചെയ്യണം. അത് നിങ്ങളുടെ മുൻപോട്ടുള്ള ആത്മീക ജീവിതത്തിന് ഉത്സാഹം പകരട്ടെ എന്ന് ഞാൻ ആത്മാവിൽ और ആഗ്രഹിക്കുന്നു. वचन को ध्यान पूर्वक हालेलुया। सुने क्योंकि जो वचन का जो है आपके मन में एक ज्योति देगी और वो आने वाले दिनों में आपके जीवन के लिए कार्य करेगी। ഇസ്രായേൽ ചരിത്രത്തിൽ യഹൂദന്മാരുടെ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ 3 പേരെയാണ് ബഹുമാനിച്ചിരുന്നതും ഭയപ്പെട്ടിരുന്നതും. और इसराइलियों के समय में जो है यहूदी लोगों ने 3 लोगों को जो है बहुत ही मान सम्मान दिया और उनका भय माना है। ഇസ്രായേൽ മക്കളും യഹൂദന്മാരും ഭയപ്പെട്ട ഒന്നാമത്തെ വ്യക്തി രാജാക്കന്മാരാ. और इसराइली और यहूदी लोग सबसे पहले किसका भय मानते थे? राजा लोगों का। അധികാരം പുറപ്പെടുവിച്ച് ഏതു മനുഷ്യനെയും തല ചിരച്ഛേദം ചെയ്യാൻ അധികാരം പുറപ്പെടുവിക്കുന്ന രാജാവിനെ അന്നത്തെ ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു, ബഹുമാനിച്ചിരുന്നു. और अधिकार देने वाले, किसी की भी सर को काटने वाले और अधिकार देने वाले राजाओं को जो है उस समय के लोग बहुत ही मान सम्मान देते थे। രണ്ടാമതായി യഹൂദന്മാരും ഇസ്രായേലും ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തത് പുരോഹിതന്മാരെയാ. और दूसरा जो है याजक लोगों को जो है याजक लोगों का भय मानते थे इसराइली और यहूदी लोग। ദൈവവും മനുഷ്യനും തമ്മിൽ ഇടയിൽ നിന്നുകൊണ്ട് ജനത്തിന്റെ കാര്യങ്ങൾ ദൈവത്തോട് പറയുന്ന പുരോഹിതന്മാരെ അന്നത്തെ കാലത്ത് ജനങ്ങൾ ബഹുമാനിച്ചിരുന്നു. और जो है मनुष्य और परमेश्वर के बीच में जो बातों का जो ऐसे करना, ऐसे समय में जो है याजक लोगों का भय मानते थे इसराइली यहूदी लोग। മൂന്നാമതായി ജനങ്ങൾ ഭയപ്പെടുകയും രാജാവ് ഭയപ്പെടുകയും പുരോഹിതൻ ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു കൂട്ടം ഗണമാണ് ശക്തന്മാരായ പ്രവാചകന്മാർ. और दूसरा जो राजा और लोग एक साथ भयभीत होते थे वो थे सामर्थ्य से भरे हुए भविष्यवक्ता लोग। ഈ പ്രവാചകനെ രാജാവിനും ഭയമായിരുന്നു, പുരോഹിതന്മാർക്കും ഭയമാ. കാരണം എന്നാണെന്നറിയാമോ? വരുവാൻ പോകുന്ന സംഭവങ്ങളെ മുൻകൂട്ടി ദൈവം വെളിപ്പെടുത്തി ജനസമൂഹങ്ങളിലേക്ക് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇറങ്ങിപ്പോകുന്ന ശക്തന്മാരായ പ്രവാചകന്മാരെ ഭയങ്കര ബഹുമാനവും ഭയങ്കര ഭയവുമുള്ള കാലഘട്ടങ്ങളിലാണ് ഈ പ്രാർത്ഥനാ മനുഷ്യനായ യിരെമ്യാവ് और ജീവിച്ചിരുന്നത്. ऐसे भविष्यवक्ता लोग जो है राजा और लोग और याजक सब लोग इससे भयभीत इसलिए होते थे, यिर्मयाह से भविष्यवक्ता से इसलिए भयभीत होते थे क्योंकि भविष्य में होने वाली बातों को ये लोगों तक पहुंचाते थे। ഇന്ന് പകൽ രാജാക്കന്മാര് ഭയപ്പെടുകയും പുരോഹിതന്മാര് ഭയപ്പെടുകയും ജനങ്ങൾ ഒരുമിച്ച് ഭയപ്പെടുകയും ചെയ്ത ഒരു ഭക്തനായ ഒരു വലിയ മനുഷ്യൻ എഴുതിയ പുസ്തകത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ സന്ദേശത്തിന് അടർത്തിയെടുത്തിരിക്കുന്നത്. और आज मैं वही संदेश में से बता रहा हूँ जिस भविष्यवक्ता से लोग डरते थे, राजा डरते थे और याजक डरते थे, उनके सामर्थ भरी वचनों को मैं आपसे जो है शेयर करना चाहता हूँ। ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ സമൂഹത്ത് ഭയങ്കര വിലയുള്ളവനാണ്. और एक भविष्यवक्ता का जो समाज में बहुत बहुमूल्य होता है वो। ഈ യിരെമ്യാ പ്രവാചകനെ കാണണമെങ്കിൽ അനേകരെ കണ്ട് അവരെ മനസ്സിലാക്കി അവരോട് ചോദിച്ചു പറഞ്ഞ് മാത്രമേ അകത്തളങ്ങളിലേക്ക് കണ്ണുനീരിന്റെ പ്രവാചകന്റെ അരികിലേക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. और जो है अगर यिर्मयाह भविष्यवक्ता से मिलना हो तो बहुत लोगों से पूछकर, सोच समझकर, आंसू बहाने वाले जो है भविष्यवक्ता के पास जा सकते हैं। ഈ വലിയ പ്രവാചകന്റെ കൂടെ എപ്പോഴും ചെറിയ ചെറിയ പ്രവാചകന്മാരും ചെറിയ കുട്ടി നേതാക്കന്മാർ എപ്പോഴും യിരെമ്യാവിന്റെ കൂടെ ഉണ്ടായിരുന്നു. और यिर्मयाह के साथ हमेशा छोटे छोटे भविष्यवक्ता लोग और जो छोटे दलों को नेतृत्व करते हैं, ऐसे नेता हमेशा इनके साथ रहते थे। നമുക്കറിയാം, നമ്മുടെ സമൂഹത്ത് മാനിക്കപ്പെട്ട ഒരു വ്യക്തി
ഇവിടേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ എങ്ങനെ പോയാലും ഒരു 5-6 പേരെങ്കിലും കുട്ടി നേതാക്കന്മാര് കാണും. और हम जानते हैं कि हमारे समाज में भी कोई बड़ा नेता जब आ जाए तो उनके साथ छोटे छोटे 5-6 नेता भी आ जाते हैं. ഇവിടെ ഇതുപോലെ തന്നെ യിരെമ്യാവ് എവിടെ ചെന്നാലും അവന്റെ വസ്ത്രങ്ങൾ ശേഖരിക്കാൻ, അവൻ ആഹാരം കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, അവന് കരുതാൻ, അവന്റെ ബാഗ് പൊക്കണം, തൂക്കിപ്പിടിക്കാൻ ഒരു കൂട്ടം ചെറിയ പ്രവാചകന്മാരും ഈ ഭക്തനായ കണ്ണുനീരിന്റെ പ്രവാചകന്റെ കൂടെ നടന്ന് നീങ്ങിയിരുന്നു. और इस आंसू बहाने वाले जो भविष्यवक्ता के साथ जो है उसके साथ भी उसको खाना देने के लिए, पानी देने के लिए, वस्त्र संभालने के लिए छोटे छोटे नेता उनके संग रहते थे. അത്രത്തോളം ശക്തമേറിയ, അത്രത്തോളം വലുപ്പമുള്ള, അത്രത്തോളം മഹാനായ ഒരു വ്യക്തിയോട് സർവശക്തനായ ദൈവം പറയുക, നീ കുശവന്റെ വീട്ടിലേക്ക് പോകണം. और इतने सामर्थी, इतने शक्तिशाली, मान सम्मान से भरे हुए भविष्यवक्ता को प्रभु परमेश्वर कहता है तू कुम्हार के घर जा. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. നമ്മൾ ആത്മീക ദൂതിലേക്ക് ഇന്ന് പകൽ പ്രവേശിക്കുകയാണ്. और आज हम आत्मिक दूत की तरफ प्रवेश करने जा रहे हैं. ദേശം ഭയപ്പെടുന്ന, ദേശം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനോട് പറയുകയാ, എവിടേക്ക് പോകണം? കുശവന്റെ വീട്ടിലേക്ക് നീ പോകണം. और देश जिससे भयभीत होता है, देश जिसको मान सम्मान देता है, ऐसे व्यक्ति से परमेश्वर कहता है कि कुमार के भवन में जा. അതുവരെ യിരെമ്യാവ് രാജകൊട്ടാരങ്ങളിലും രാജവീഥികളിലും രാജാക്കന്മാരോടെയും പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളിലും പോയ വ്യക്തിയോട് സർവശക്തനായ ദൈവം പറയുക, ഇനി നീ പോകേണ്ടത് ചെളി പിടിച്ച ഒരു വീട്ടിലേക്കാണ്. और इससे पहले यिर्मयाह जो है राजा के पास, प्रभुओं के पास, बड़े बड़े भवन में, राजमहलों में जाने वाले जो है यिर्मयाह को परमेश्वर कहता है कीचड़ भरी गली में कुमार के घर जाने के लिए. വൃത്തിയില്ലാത്ത ചെളി പുരണ്ട, ചള്ള പിടിച്ചു കിടക്കുന്ന, കൊഴഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ പശപ്പ് പിടിച്ചിരിക്കുന്ന, ചവിട്ടിയാൽ താണു പോകുന്ന ഒരു മനുഷ്യനും ഇഷ്ടപ്പെടാത്ത ഒരിടത്തേക്ക് നിന്നെ ഞാൻ പറഞ്ഞു വിടാൻ പോവുകയാണ്. और बहुत ही गंदी धूल भरी मिट्टी और कीचड़ और बहुत ही ऐसी गंदगी भरी हुई जगह में जहाँ कोई अपने पैरों को गंदा नहीं करना चाहेगा, ऐसे जगह पे परमेश्वर ने बोला जाने के लिए. ഞാൻ ഈ ഏരിയയിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, ഒരു കുശവന്റെ വീടിനെ കുറിച്ച് എനിക്ക് നല്ല ഗ്രാഹ്യമുണ്ട്. और मैं क्योंकि यहाँ कुमार कॉलोनी में रहता हूँ, इसलिए मुझे भी कुमारों के बारे में, उनके घर के बारे में पता है. വലിയ മാന്യന്മാരോ നല്ല ഉയർച്ചയിൽ നിൽക്കുന്നവരാരും ഈ അടുത്ത വീടുകളിലൊന്നും വരാറില്ല. और बहुत ही जो मान सम्मान भरे हुए लोग यहाँ आसपास तो नहीं आते. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പൊടിപടലങ്ങളും അവിടുത്തെ വൃത്തിയില്ലായ്മകളും, ഒരു കുശവന്റെ ഭവനം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ടവരാരും, നല്ല വസ്ത്രം ധരിച്ചവരാരും, വെള്ളയിട്ടവരാരും, അല്ലെങ്കിൽ എന്ത് പറയണം, മാന്യന്മാരാരും ചെന്ന് കയറാത്ത ചെളി പുരണ്ട ആ ഭവനത്തിലേക്ക് നിന്നെ ഞാൻ വിടാൻ പോവാം. और ऐसे नॉर्मली अगर जाए कीचड़ भरी हुई जगह में, कोई भी अच्छे कपड़े या साफ सुथरे या सफेद रंग के वस्त्र पहनकर कोई भी जाना नहीं चाहेगा. ഉടനെ യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അവന്റെ കണ്ണുകളെല്ലാം അങ്ങ് നിറഞ്ഞു, അവന്റെ ഹൃദയം കടന്ന് പിടയാൻ തുടങ്ങി, ഞാൻ എന്തിനു കുശവന്റെ വീട്ടിലേക്ക് പോകണം? और यिर्मयाह की जो है आंखों में आंसू भर गए और उसका दिल हिलने लगा और वो ऐसे पूछ रहे प्रभु से कि प्रभु मैं क्यों जाऊं कुमार के घर में. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ചിന്തിച്ചു വരണമേ. യിരെമ്യാവ് ദൈവത്തോട് പറയാ, അപ്പാ ദൈവമേ, നീ പണ്ട് മോശയെ സീനായി പർവ്വതത്തിലേക്ക് വിളിച്ചു കയറ്റി, അതിന്റെ മുകളിൽ വെച്ച് നിങ്ങൾ പരസ്പരം വർത്തമാനം പറഞ്ഞില്ലേ, പരസ്പരം സംഭാഷണം നടത്തിയില്ലേ? അതുപോലെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി, ഞാൻ ഏത് മലയുടെ മുകളിൽ ചെന്നാൽ നമുക്കൊന്ന് നേരിട്ട് സംഭാഷിക്കാം. ഞാൻ ആ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ? और यिर्मयाह ने परमेश्वर से शायद ऐसा कहा होगा कि प्रभु जी, आपने मूसा को जिस प्रकार सीने पर्वत पर बुलाकर उससे जो है बातचीत की, उसी प्रकार क्या आप मुझसे बातचीत कर सकते हैं? ഉടനെ ദൈവം യിരെമ്യാവിനോട് പറയാ, കുഞ്ഞേ, ഞാൻ മോശയോട് ഇടപെട്ടതുപോലെയും മോശയോട് സംസാരിച്ചതുപോലെയും മോശയെ നടത്തിയതുപോലെയല്ല നിന്നെ നടത്താൻ ആഗ്രഹിക്കുന്നത്. और परमेश्वर यिर्मयाह भविष्यवक्ता से कहता है, जिस प्रकार मैंने मूसा से बात की, उसे चलाया, उस रीति से तुझे मैं नहीं चलाना चाहता. അതിനുശേഷം യിരെമ്യാവ് ദൈവത്തോട് പറയുന്ന, പോട്ട്, നീ പണ്ട് ഏലിയാവ് എന്ന പ്രാർത്ഥനാ മനുഷ്യനെ ഒരു കർമ്മേലിന്റെ പർവ്വതത്തിലേക്ക് ഓടിച്ചു കയറി, അവിടെ വെച്ച് നീ സംസാരിച്ചില്ലേ, അതുപോലെ എന്നോടും ഒന്ന് സംസാരിക്കാം. और इसके बाद यिर्मयाह भविष्यवक्ता कहता है, चलो कोई बात नहीं, आपने जैसे एलिया से करमेल के पर्वत में जैसे बातचीत की थी,
वैसे मुझसे करे। ഉടനെ ദൈവം പറഞ്ഞറിയാം, മോനെ, നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മാന്യനാക്കാനോ മറ്റുള്ളവരുടെ മുൻപിൽ നിന്റെ പദവി ഉയർത്താനോ ആഹാബിനെ പോലെ ഇസബേലിന്റെ മുൻപിൽ മറ്റുള്ളവർ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു ശുശ്രൂഷയ്ക്കല്ല ഞാൻ നിന്നെ വിളിച്ചത്. അവരെ നടത്തിയതിലും ശ്രേഷ്ഠകരമായി വ്യത്യസ്തമായ വഴികളിൽ കൂടെ യിരെമ്യാവേ നിന്നെ എനിക്ക് നടത്തണം. അതിന് ഞാൻ പറയുന്നത് പോലെ നീ കേൾക്കണം. और यिर्मयाह से जो है परमेश्वर कहता है, जिस प्रकार मैंने उसको आहाब और इस्राएल के ऊपर जो है मान सम्मान दिया है एलिय्याह को, उस प्रकार तुझे नहीं देना चाहता, बल्कि उससे अलग तेरे लिए कुछ मैं करना चाहता हूँ। ഏലിയാവും മോശയും പോയിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചിറക്കിയിരിക്കുന്നത്. और मूसा और एलिय्याह जिस समाचार के कदमों में नहीं गए हुए, उसके विपरीत मैं तुझे भेजना चाहता हूँ। അവരെ നടത്തിയതിൽ നിന്നും ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് നടത്താനാ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചു. और उनको जिस प्रकार मैंने चलाया, उनसे अलग तुझे एक मार्ग में मैंने तेरे को चलाने के लिए बुलाया है। ഇന്ന് പകൽ എന്നിൽ നിന്നും നിന്നിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ പ്രശ്നം, എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ നടത്തുന്നു, എന്റെ കുടുംബത്തിൽ മാത്രമല്ല ഈ പ്രോബ്ലം, എന്റെ സഭയിൽ മാത്രമല്ല ഈ പ്രശ്നം. എനിക്കൊരു ദൂത് പറയാം, അവരെ നടത്തിയതിൽ നിന്നും വ്യത്യസ്തപരമായി വിശ്വാസിയെ നിന്നെ നടത്താൻ എന്റെ ദൈവത്തിന് ഇഷ്ടം. और आज सुबह के समय आप भी सोचते होंगे, मेरे जीवन में ये परेशानी क्यों है, या मेरे जीवन में ऐसी बातें क्यों है, मेरी कलीसिया में ऐसी परेशानियां क्यों है। तो प्रभु बोलना चाहता है कि दूसरे लोगों को जैसे चलाया है वैसे नहीं, बल्कि उनसे अलग मैं तुम्हें चलाना चाहता हूँ। സ്തോത്രം ചെയ്തേ. ഇന്ന് പകൽ നിങ്ങൾ ബലം പ്രാപിച്ചോണം. കാരണം ഇതിനകത്തിരിക്കും ഞാനും നിങ്ങൾ ചോദിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാ അവരെ നടത്തിയതുപോലെ എന്നെ നടത്താത്തത്. और आज इस कलीसिया में आप लोग भी जो है बल को प्राप्त कर ले, क्योंकि आपने और मैंने भी पूछा है कि क्यों आपने जो है उनको चलाया था, वैसे हमें नहीं चलाया। ഞാൻ ഈ ഭാഗം വായിച്ച് മുൻപോട്ട് കയറിയപ്പോൾ ഈ ദൈവിക ദൂത് എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്നപ്പോൾ ഞാൻ അറിയാതെ അവിടെ ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. കർത്താവേ, അതാ ഇന്ന് രാവിലെ ഇവിടെ പാടിയത്, എൻ്റെ ഹിതമൊന്നുമല്ല നിന്റെ ഹിതം എന്നിൽ പൂർണ്ണമാകും. और जब मैंने ये वचन को यहाँ पे पढ़ा है और उस बात को जब समझा है, तभी हमने ऐसे गीत को गाया कि परमेश्वर मेरी इच्छा नहीं बल्कि आपकी इच्छा मेरे जीवन में पूरी हो। എൻ്റെ മാന്യത വെച്ച്, എൻ്റെ ഉയർച്ച വെച്ച്, എൻ്റെ ജോലി വെച്ച് ഞാൻ ആ കുശവൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമുണ്ടോ? അവനോട് ആ സാധന സാമഗ്രികളെല്ലാം എടുത്തോണ്ട് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടാമോ എന്ന് ദൈവത്തോട് ചോദിച്ചു. और यिर्मयाह ने बोला, मेरे जो है जीवन को देखते हुए, मेरे मान सम्मान के अनुभव को देखते हुए, क्या मुझे कुमार के भवन में जाना आवश्यक है? प्रभु, भला होता कि कुमार अपने सामान लेकर मेरे यहाँ आ जाता। ഉടനെ ദൈവം യിരെമ്യാവിനോട് പറയും, മോനെ, നിന്റെ അവസ്ഥയും സാഹചര്യങ്ങളും വിഷമങ്ങളും എനിക്കറിയാം, പക്ഷെ നീ ഒരു കാര്യം ഓർത്തോണം, നീ ഒറ്റ യാത്ര ചെയ്ത് ഒരു പ്രാവശ്യം അവിടെ ചെന്നാൽ മതി. ഇവരെക്കാൾ എല്ലാം വലിയവനാക്കി മറ്റുള്ളവരുടെ പുസ്തകത്തിൽ, മറ്റുള്ളവരുടെ ചിന്തയ്ക്കകത്ത് നിന്നെ ഇൻഫ്ലുവൻസ് ചെലുത്താനായി എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് പോലെ കേൾക്കുക, നീ കുശവൻ്റെ വീട്ടിലേക്ക് പോവുക. और परमेश्वर यहोवा जो है यिर्मयाह से बोलता है कि बेटा, एक बार तू यात्रा करके वहाँ तक पहुँच जा, तब मैं तुझे इन लोगों से श्रेष्ठता की ओर तुझे मैं करूँगा, तब लोग तेरे बारे में पढ़ेंगे और प्रचार करेंगे। ഇതിനകത്തിരിക്കുന്നവരോട് ഞാൻ രണ്ടാമതൊരു ദൂത് പറഞ്ഞു തരാം. നിന്നെ ചില വഴികളിൽ കൂടെ ദൈവം നടത്തണമെങ്കിൽ, നിന്നെ ചില അനുഭവങ്ങളിൽ കൂടെ, ചില സാഹചര്യങ്ങളിൽ കൂടെ ദൈവത്തിന് ചിലത് പഠിപ്പിക്കണമെങ്കിൽ, മറ്റുള്ളവരിൽ നിന്നല്ല നീ പഠിക്കേണ്ടത്, സ്വയമായി പരിശുദ്ധാത്മാവ് പറയുക. മോശയെ നടത്തിയതുപോലെയും ഏലിയാവിനെ നടത്തിയതുപോലെയും ഈ പ്രസംഗിക്കുന്ന എന്നെ നടത്തിയതുപോലെയും നിന്നെ നടത്താനല്ല ദൈവത്തിന് പദ്ധതി. ഇതിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടി പറയുക, ദൈവം പറയുന്ന മേഖലകളിൽ നീ അവൈലബിൾ ആണെങ്കിൽ, ദൈവം പറയുന്ന മണ്ഡലങ്ങളിൽ നീ അവൈലബിൾ ആണെങ്കിൽ അവ നിന്നെ ചിലത് പഠിപ്പിക്കും. എന്തിനാണെന്ന് അറിയാമോ? മറ്റു തലത്തിലേക്ക് ദൈവത്തിന് ഇതിനെ ഉയർത്താൻ പദ്ധതിയുണ്ട്. और यहाँ बैठे हुए लोगों से मैं कहना चाहता हूँ, अगर आप परमेश्वर की आवाज को सुनने के लिए तैयार है, तो परमेश्वर हो सकता है मेरी तरह नहीं या दूसरों की तरह नहीं, बल्कि परमेश्वर आपको अलग से लेके चलाएगा। बस आपको ये करना है जो प्रभु बोलता है, उस प्रकार आपको चलना पड़ेगा। നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ.
ഞാൻ ഈ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാൻ പറയുന്നത് എനിക്ക് പ്രസംഗിക്കാനുള്ള ഉത്സാഹം കിട്ടാൻ വേണ്ടിയല്ല, നിങ്ങളുടെ ശ്രദ്ധ എന്നിലേക്ക് ഒന്ന് തിരിക്കാൻ വേണ്ടി മാത്രം. और मैं हाथों को उठाकर धन्यवाद कहने के लिए इसलिए बोलता हूँ कि जो है आप मेरे तरफ को ध्यान को केंद्रित करें. ഇന്ന് പകരം ഇതിനകത്തിരിക്കുന്നവർ പറയാം, പല ചോദ്യങ്ങളോടെ ഇനി എന്തിന്, എങ്ങനായി തീരും, എൻ്റെ കുടുംബം, എൻ്റെ തലമുറ, എൻ്റെ ആവശ്യങ്ങളൊക്കെ എന്തായി തീരുമെന്ന് ചോദിക്കുന്നവരോട് ഇന്നൊന്നേ പറയാനുള്ളൂ, ദൈവം പറയുന്ന വാക്കിന് മുൻപിൽ നീ അവൈലബിൾ ആണെങ്കിൽ അവൻ നിന്നെ ചിലത് പഠിപ്പിക്കും. और आज यहाँ बैठे हुए बहुत सारे लोग सोच रहे होंगे कि आने वाले समय में मैं कैसे रहूँगा या मेरा परिवार कैसे रहेगा. तो मैं सिर्फ ये कहना चाहता हूँ कि आपको बस अपने आप को परमेश्वर जब भी अवेलेबल आपके लिए बोलता है उन स्थानों में अपने आप को दे दे. ഞാൻ ഈ പല സമയങ്ങളിൽ പലയിടം കടത്തി ചെല്ലുമ്പോൾ ചിലയിടത്തൊക്കെ അധ്യക്ഷ പദം അലങ്കരിക്കാൻ സമയം ലഭിച്ചിട്ടുണ്ട്. और कई बार मैं अलग अलग स्थानों में जब गया तो मुझे अध्यक्ष के तौर पे मुझे रहने का मौका मिला. അവിടെ വന്ന് ചെന്ന് ഇരിക്കുമ്പോൾ അവരൊരു കയ്യിലേക്ക് ഒരു പ്രോഗ്രാം ഷീറ്റ് കൊണ്ടുതരും. और जब मैं वहाँ कुर्सी पे बैठता हूँ वो लोग मुझे एक प्रोग्राम शीट दे देते हैं. ഒരുപക്ഷെ അന്നേരമായിരിക്കും ആ പ്രോഗ്രാം ഷീറ്റ് കാണുന്നത്. और शायद हो सकता है उसी समय मैं वो प्रोग्राम शीट देखता होगा. പ്രാർത്ഥിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. और पहला प्रार्थना के साथ प्रोग्राम स्टार्ट करें. പിന്നീട് ഇങ്ങനെ മുൻപോട്ട് പോകും. പക്ഷെ സമയത്തിൻ്റെ കുറവ് മൂലം ക്രമീകരണങ്ങൾക്ക് വേണ്ടി എനിക്ക് ആ പ്രോഗ്രാം ഷീറ്റിലെ ഒറ്റ പ്രോഗ്രാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. और लेकिन जो है प्रोग्राम शीट में कई बार समय जो है कम पड़ जाता है, लेकिन प्रोग्राम शीट का एक प्रोग्राम भी मैं इधर से उधर कर नहीं पाता. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം ഷീറ്റ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത് ആരാണോ ആ സംഘാടകർക്ക് മാത്രമേ അതിൻ്റെ പ്രോഗ്രാമിനെ ഷെഡ്യൂളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്താൻ പറ്റത്തുള്ളൂ. और इसका कारण ये है कि हालेलुया. जिसने मुझे वो प्रोग्राम शीट दिया है वो ही उसको जो है उसके क्रम को चेंज कर सकता ഞാൻ है. പറഞ്ഞ അവിടെ കൊണ്ട് നിർത്തുക. ഇന്ന് പകൽ ഓർത്തോ, എന്നെയും നിന്നെയും വിളിച്ചിറക്കിയവനെ നമ്മൾ എന്തായി തീരണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. और जो है हालेलुया. आपने आपको और मुझे जिसने बुलाया है हम लोग उसको इधर उधर शिफ्ट नहीं कर सकते. നിന്റെ ഇഷ്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. और आपकी इच्छा के अनुसार आप कुछ भी नहीं कर सकते. ഇരമ്യാവേ, നിന്റെ ഇഷ്ടമല്ല. ഇപ്പം ഞാൻ പ്രോഗ്രാം ഷീറ്റ് അങ്ങോട്ട് തരും, അതിൽ പറഞ്ഞിരിക്കുന്ന റൂട്ട് നീ അങ്ങ് ചെയ്താൽ മതി. और यिर्मयाह क्या कहते हैं, तेरी इच्छा नहीं बल्कि परमेश्वर ने जो प्रोग्राम शीट तुझे दिया है उसके अनुसार तू कर ले. ഇരമ്യാവ് പറയുക, ഞാൻ ഇതുവരെയും കുശവന്റെ വീട് കണ്ടിട്ടില്ല, കുശവന്റെ വീട്ടിൽ പോയിട്ടില്ല. और यिर्मयाह इस प्रकार कह रहा है कि मैंने आज तक जो है कुमार का घर देखा नहीं है और कभी उसके भवन में गया भी नहीं हूँ. അങ്ങനെ ഇരമ്യാവ് അവിടെ നിന്ന് എഴുന്നേറ്റു കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. എൻ്റെ കൂടെ വരണം കുശവൻ. ഞാനിതൊരു ലളിതമായ നിലയിൽ എനിക്ക് മനസ്സിലായ നിലയിൽ ഒരു ഭാവനാ സന്ദേശമാണ് ഞാൻ കൈമാറുന്നത്. അങ്ങനെ ഇരമ്യാവ് അവിടെ നിന്ന് എഴുന്നേറ്റു കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. और उस प्रकार जो है यिर्मयाह वहाँ से उठा और कुमार के साथ चला गया, कुमार के घर चला गया. ഓർത്ത് നോക്കണം, ഇരമ്യാവ് ചെല്ലുന്ന ഒറ്റയ്ക്കല്ല. ഇരമ്യാവിന്റെ കൂടെ പുറകെ എല്ലാം കുറെ കൊച്ചു നേതാക്കന്മാരൊക്കെ ഉണ്ട്. और आप ये इस बात को ध्यान दें कि यिर्मयाह जो है अकेले नहीं जा रहा बल्कि उसके साथ छोटे छोटे नेता लोग भी है. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, ഇവിടെ സെമി ഫൈനൽ ജയിച്ച് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളെയൊക്കെ ഇങ്ങനെ വല കെട്ടി മതിൽ പോലെ സെക്യൂരിറ്റികളിൽ നിന്ന് അവരെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നത് നമ്മളൊക്കെ കണ്ടില്ലേ. और पिछले दिनों भी हमने देखा जब हमारी टीम सेमीफाइनल जीत के आई और एयरपोर्ट में आ रही थी तो सिक्योरिटी उनको जो है एक जो है दीवार के नाई उनको संभालते हुए ले जा रही थी. അത്രത്തോളം വലിയൊരു സെക്യൂരിറ്റി അന്നില്ലെങ്കിലും ഇരമ്യാവിന്റെ ഇടത്തും വലത്തും പുറകിലും മുൻപിലും ഒക്കെ ആയിട്ട് കൊച്ചു കൊച്ചു സ്നേഹമുള്ള വേല ചെയ്യുന്ന കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്ന ഇരമ്യാവിന്റെ ശിഷ്യന്മാരൊക്കെ കൂടെ കാണും. ഇരമ്യാവ് കുശവന്റെ വീടിന്റെ ഗേറ്റിന്റെ വാതിക്കൽ ചെന്നപ്പോൾ और जो है आज की स्तोत्र, समान हालेलुया. सिक्योरिटी नहीं है तब भी यिर्मयाह के साथ छोटे छोटे नेता उसके साथ थे. और जब वो कुमार के दरवाजे के पास पहुंचा വാതിക്കലേക്ക് ചെന്നപ്പോൾ പതിവില്ലാതെ ഒരു കൂട്ടം ആൾക്കാർ ഗേറ്റിന്റെ വാതിക്കൽ വന്ന് നിൽക്കുകയാണ്.
और जब वो दरवाजे के पास पहुंचा तो कभी ऐसा होता नहीं है, लेकिन कुछ लोग वहां पे जमा हुए थे। ആ കുശവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ വേദിയിൽ നിന്നും ആ ഇടത്തിൽ നിന്നും കുശവൻ എഴുന്നേറ്റ് ദൂരവേ നോക്കിയപ്പോൾ മനസ്സിലായി അവന്റെ വീട്ടിൽ വന്നത് സാധാരണ ഒരു പാത്രം മേടിക്കാൻ വന്നവനല്ല. ലോകം ഭയപ്പെടുന്ന, രാജാക്കന്മാര് ഭയപ്പെടുന്ന, പ്രവാചകന്മാര് ഭയപ്പെടുന്ന ദേശത്തിന്റെ പ്രവാചകനാ എന്റെ വീടിന്റെ വാതിക്കൽ വന്ന് നിൽക്കുന്നതെന്ന് കുശവൻ മനസ്സിലാക്കി അവിടെ നിന്ന് അവൻ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ്. और जो कुमार वहाँ जो है दूर से ही उसने यिर्मयाह को देखा, और जब देखा कि मेरे घर में एक साधारण मनुष्य बर्तन लेने के लिए नहीं आ रहा, बल्कि जो राजा और लोग जिससे घबराते हैं, ऐसा एक भविष्यवक्ता मेरे भवन में आ रहा है। അവൻ ഓടി ഓടി അങ്ങ് ദൂരേക്ക് ചെന്നു. യിരെമ്യാവാണെന്ന് മനസ്സിലായപ്പോൾ കുശവൻ യിരെമ്യാവിന്റെ പാദപീഠത്തിൽ വീണിട്ട് ചോദിച്ചു, അങ്ങെന്തിനാ എന്റെ വീട്ടിൽ വന്നേ? और कुमार जो है भाग भाग कर जो है उसके पास पहुंचा और उसके कदमों पे गिर गया, और यिर्मयाह भविष्यवक्ता से पूछता है, हे प्रभु आप यहाँ क्यों आए? പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറയുക, മകനെ ഞാൻ വന്നത് നിന്റെ പണി ഒന്ന് കാണാനാ. और यिर्मयाह जो है उसको उठाते हुए बोलता है कि बेटा मैं तुम्हारे कार्यों को देखने के लिए आया हूँ। അവന്റെ കൈകാലുകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. और उसके हाथ पैर सारे जो है हिलने അവന്റെ लगे, ശരീരം വെട്ടിവീർക്കാൻ തുടങ്ങി. और उसके जो है शरीर पूरा ही घबरा गया, അവന്റെ മനസ്സിൽ കിടന്ന സകല രൂപങ്ങളും കാറ്റിൽ പറന്നുപോയി. और उसके मन में जो भी रूप थे सब वायु में उड़ गए, കാരണം എന്റെ മുൻപിൽ നിൽക്കുന്ന സാധാരണപ്പെട്ട ഒരുവനല്ല. क्योंकि मेरे सामने जो खड़ा है वो साधारण व्यक्ति नहीं है, ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു പ്രവാചകനാ. और परमेश्वर से जो सीधे जो Jesus. है सीधे तौर पे जुड़ा हुआ व्यक्ति है। പ്രവാചകൻ ആ കുശവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ ഭവനത്തിനകത്തേക്ക് ചെല്ലുക. और भविष्यवक्ता जो है कुमार का हाथ पकड़ते हुए उसके भवन में उसने प्रवेश किया। അവിടെ നാം വായിക്കുന്നത് അതുവരെയുള്ള പണി പോലെയല്ല ഇനി കുശവന്റെ പണി മുൻപോട്ട് പോകാൻ പോകുന്നു. और जो है कुमार का जिस प्रकार कार्य चल रहा था वैसे नहीं, बल्कि आगे उसके कार्य चेंज हो गया। നേരത്തെ കുശവൻ ഒന്ന് മണ്ണ് കുഴച്ചിട്ട് അത് അവിടെ വെച്ചിട്ട് വീട്ടിൽ പോയി കാപ്പി കുടിക്കാൻ പോവായിരുന്നു ഇടയ്ക്ക്. और पहले जो कुमार जो है अपने जो है मिट्टी को गूंथ कर और कॉफी पीने घर चला जाता था। എന്നാൽ ഓർത്തോണം, കുശവൻ അവിടെ കുഴച്ചിട്ടിരിക്കുന്ന കുറെ കളിമണ്ണ് അവന്റെ കയ്യിൽ ഒപ്പിയെടുത്തു. और उधर सोचिए कि जो कुमार ने जो है वहाँ पे जो कुछ मिट्टी था उसको अपने हाथ में ले लिया। ഇതിന്റെ ഓരോ വാക്കുകളിൽ നിങ്ങളോടുള്ള ദൂതുണ്ട്. और इसके एक एक वाक्य में आपसे जो है जुड़ा हुआ दूत है। ചവിട്ടി കുഴച്ചിരിക്കുന്ന മണ്ണിൽ നിന്ന് ഒരു കൂന മണ്ണ് അവൻ കയ്യിലെടുത്തു. और जो पैरों से गूंथे गए मिट्टी में से उसने एक जो अपने हाथ में थोड़ी मिट्टी ले ली। ആ കളിമണ്ണിനോട് പറഞ്ഞ 3 ചോദ്യങ്ങൾ ഈ പ്രസംഗം കഴിയുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിക്കും. ഈ കളിമണ്ണിനോട് പ്രവാചകൻ 3 ചോദ്യങ്ങൾ പറഞ്ഞു. और जो है इस मिट्टी से गूंथे हुए मिट्टी से जो प्रचारक ने बोला वो 3 क्वेश्चन मैं बच्चों से पूछूंगा, इसलिए बच्चे ध्यान से सुने। കുശവൻ ഈ കളിമണ്ണിനോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. और कुमार ने जो है 3 प्रश्न इस मिट्टी से पूछा। ഒന്ന്, എന്നുമുള്ളതുപോലെയല്ല, ഇന്ന് ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കാൻ പോവുകയാണ്. और जो हमेशा की तरह नहीं, बल्कि आज मैं तुझे अधिक प्यार करने जा रहा हूँ। രണ്ടാമത്, ഞാൻ എന്റെ സ്വപ്നം നിന്നിൽ കാണുകയാണ്. और दूसरा, मैं अपने स्वप्न को तुझ में देखता हूँ। 3, എന്നെ നാണം കെടുത്തരുത്. और तीसरा, मुझे लज्जित मत करना। 3 ചോദ്യങ്ങൾ ചോദിച്ചു. എന്നെ നാണം കെടുത്തരുത്. 1, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. पहला, എന്റെ സ്വപ്നം നീയാണ്. पहला, मैं तुझसे बहुत प्यार करता हूँ। दूसरा, मेरा स्वप्न तू है। ഈ കളിമണ്ണ് കുശവന്റെ കയ്യിലേക്ക് ഇരുന്നപ്പോൾ എന്നും കാണാത്ത കുറെ ആൾക്കാരെയും പതിവില്ലാത്ത സ്നേഹവും കണ്ട് കളിമണ്ണ് അവന്റെ കയ്യിൽ കിടന്ന് തുടിക്കാൻ തുടങ്ങി. और जो है मिट्टी जब कुम्हार के हाथ में आई तो उसने कभी नहीं देखे थे इतने सारे लोगों को, तो वो जो है डगमगाने लगी. ഈ കളിമണ്ണ് മറ്റുള്ള കളിമണ്ണിനെ ഒരു അഹങ്കാര മനോഭാവത്തോടെ നോക്കാൻ തുടങ്ങി. और ये जो मिट्टी है दूसरी मिट्टियों से जो है घमंड भरी आंखों से देखने लगी. ഇപ്പൊ ഞാൻ കുശവനുമായിട്ട് അടുത്ത ബന്ധം എനിക്കുണ്ട്. और अभी कुमार से जो है गहरा प्यार, एक गहरा बंधन मेरे ഞാൻ से। അടുത്തടുത്ത ബന്ധമുള്ളത് കൊണ്ടാണ് എന്നെ കൂടുതലായിട്ട് അവൻ സോഫ്റ്റ് പോലെ സൂക്ഷിക്കുന്നത്. और मुझे बहुत अच्छा बंधन है कुमार के साथ, इसलिए बिल्कुल मुलायम तरीके से वो मुझे हैंडल कर रहा है. കുശവന്റെ കൈ കടന്നു വിറയ്ക്കുകയാണ്.
और कुमार का हाथ जो है ऐसे जो डगमगा रहा है, കാരണം അവന്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു മഹാനായ പ്രവാചകനാണ്. क्योंकि उसके सामने जो एक प्रचारक है, जो भविष्यवक्ता है, वो एक महान എന്തിനാണെന്നറിയാമോ भविष्यवक्ता है। കുശവൻ അവിടെ വീട്ടിലേക്ക് വന്നത്? അവന്റെ പണി എങ്ങനെയുണ്ടെന്ന് കാണാനായതുകൊണ്ട്. എന്നത്തെ പോലെയല്ല, അന്നത്തെ പണിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. और वो वहाँ पे यिर्मयाह भविष्यवक्ता इसलिए आया है ताकि वे कुमार के कार्यों को देख सके, और उसके कार्य हर रोज की तरह आमतौर पे नहीं है, बल्कि आज उसका कार्य कुछ खास होने जा रहा है। അങ്ങനെ അവൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്യുകയായിരുന്നു. और ऐसे इस प्रकार जब वो कुमार के वहाँ गया तो वो चाक पर कार्य कर रहा था। അപ്പോൾ ആ കളിമണ്ണിനെ ബെസ്റ്റും ആക്കാൻ വേണ്ടി കുശവന്റെ ശ്രമം തുടങ്ങി. और इसलिए उसने उस मिट्टी को और भी सबसे अच्छा करने के लिए उसने कार्य को शुरू करा। കുഴച്ചു കിടക്കുന്ന കുഴഞ്ഞ അനുഭവത്തിൽ കിടന്ന മണ്ണിനെ പൊക്കിയെടുത്തു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എൻ്റെ കുശവൻ എന്നെ പൊക്കിയെടുത്തത് കൊണ്ട് ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് വന്നിരിക്കാൻ ദൈവം നിനക്ക് കൃപ തന്നില്ലേ? വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. और जो है उधर जो है कुमार ने जो है मिट्टी को जो है ले लिया। इसलिए भजनकार इस प्रकार बोलता है कि नाश भरे गड्ढे से और दलदल की कीच से उसने मुझे उभारा। വളരെ അഭിമാനത്തോടെ കുശവൻ ആ കളിമണ്ണിനെ എടുത്തു. നിന്ന നിപ്പിലല്ല, ആ കളിമണ്ണിന്റെ സന്തോഷം അധികം നേരമില്ലായിരുന്നു. ആ കളിമണ്ണിനെ എടുത്തൊരു ചക്രത്തിന്മേലോട്ട് അങ്ങോട്ട് വെച്ചു. और बहुत ही जो है कुमार ने बहुत मिट्टी को वहाँ से ले लिया, और इतना ही नहीं, उसने उस मिट्टी को चाक पे दिया। इससे उसका जो है संतोष जो है हो गया। ചക്രത്തിന്മേൽ ഈ മണ്ണിനെ വെച്ചതുമല്ല, കുശവന്റെ കൈ ഈ ചക്രത്തിൽ ഈ മണ്ണിൽ കൂടെ നിരങ്ങാൻ ഉരസാൻ തുടങ്ങി. और उसने चाक पे रखा ही था, और इसके बाद कुमार का हाथ वहाँ पे लग रहा था। പ്രവാചകന്റെ കണ്ണ് ഈ കുഴച്ചു വെച്ചിരിക്കുന്ന ഈ രൂപത്തിലേക്ക് പതിയാൻ തുടങ്ങി. और जो है भविष्यवक्ता की आंखें जो है ये गूथे हुए मिट्टी की तरफ उसने देखा। 3 കാര്യങ്ങൾ ആ കുശവൻ ഈ കളിമണ്ണിനോട് പറഞ്ഞു. ഒന്ന്, നീ എൻ്റെ സ്വപ്നമാണ്. और 3 बातों को कुमार ने मिट्टी से बोला कि पहला, तू मेरा स्वप्न है। 2, ഞാൻ നിന്നെ അധികമായി ഇന്ന് സ്നേഹിക്കുകയാണ്. और दूसरा, मैं तुझसे बहुत प्यार करता हूँ। 3, ഈ പ്രവാചകന്റെ മുൻപിൽ എൻ്റെ തല താഴ്ത്തരുത്. तीसरा, इस भविष्यवक्ता के सामने मेरे सिर को मत झुकाना। ആ ചക്രത്തിന്മേൽ ഈ മണ്ണ് ഈ കളിമണ്ണ് ഇങ്ങനെ കിടന്ന് കറങ്ങുകയാണ്. और उस चाक पर ये जो मिट्टी है वो ऐसे घूम रही थी। കറങ്ങുന്നതിനിടയിൽ എന്തെന്ന്, കുശവൻ അവിടെ വെച്ചിരുന്ന പാത്രത്തിലേക്ക് വിരലിട്ട് കരങ്ങളിട്ട് കുറച്ച് വെള്ളം ഈ മണ്ണിലേക്ക് ഈ പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ വസ്തുവിലേക്ക് തളിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. और जो है वो ऐसे चाक पर मिट्टी घूम रही थी। कुमार ने पास में एक जो है बर्तन में पानी था, उस पानी की छींटों को इस पर मारा। എന്തിനാണെന്ന് അറിയാമോ ഈ വെള്ളം തളിച്ചു കൊടുക്കുന്നത്? ഈ പോകുന്ന വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാൻ, പൊട്ടിപ്പോകാതിരിക്കാൻ കുശവൻ അതിലേക്ക് വെള്ളം തളിച്ചു കൊണ്ടിരുന്നു. और ये मिट्टी के जो बर्तन पे हालेलुया। जो है कुमार जब बना रहा था तो उसने पानी को क्यों छिड़का? ताकि ये जो बनने वाला बर्तन है ये टूट कर बिखर ना जाए, सूखा ना हो जाए। ഇവിടെ നടക്കുന്ന പ്രസംഗം, ഇവിടെ നടക്കുന്ന സങ്കീർത്തന പ്രബോധനം, ഇവിടെ നടക്കുന്ന ആരാധന, ഇവിടെ നടക്കുന്ന ഉപവാസം എന്തിനാണെന്ന് അറിയാമോ? നീ പൊട്ടിപ്പോകാതിരിക്കാൻ നിന്നെ നനയ്ക്കുന്നതോ. और यहाँ होने जा रहे जो प्रार्थना और उपवास और भजन, ये सब क्यों हो रहा है? ताकि आप टूट ना जाए। ഈ പ്രസംഗം എന്തിനാണെന്ന് അറിയാമോ? നീ ഉണങ്ങി പൊട്ടി താഴെ വീണ് പോകാതിരിക്കാൻ നിന്നെ അവൻ തളിച്ചു നനയ്ക്കുന്നതോ. और ये प्रचार यहाँ क्यों हो रहा है? ताकि आप सूख कर टूट ना जाए, इसलिए आपको ये जो है वचन से जो छींटे मारे हैं। എന്തിനാണെന്ന് അറിയാമോ ദൈവസഭയിൽ ഉപവാസ പ്രാർത്ഥന വെക്കുന്നത്? നീ കറങ്ങുമ്പോൾ കറങ്ങി കറങ്ങി ജീവിതത്തിൽ വീഴ്ച വരാതിരിക്കാൻ അവൻ നിന്നെ തളിക്കുന്നതാ ഫാസ്റ്റിംഗ് പ്രയർ. और ये फास्टिंग प्रेयर, उपवास की प्रार्थना क्यों की जाती है? जब आप चाक पर घूमते घूमते जाते हैं ताकि आप गिर ना जाए, आप सूख ना जाए, इसलिए फास्टिंग प्रेयर रखते हैं। ദൈവത്തെ അറിഞ്ഞ കാലം മുതൽ ജീവിതത്തിൽ കറക്കമല്ലേ? और जब से आपने परमेश्वर को जाना है आपका जीवन घूम रहा है ना। അവിടെ കുശവന്റെ വീട്ടിലും കറങ്ങുന്ന അവസ്ഥയല്ലേ? और कुमार के भवन में भी घूमने की अवस्था है। നമ്മുടെ ജീവിതത്തിലെ കറക്കം തീരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? എൻ്റെ പ്രാണനാഥൻ ആഗ്രഹിച്ച എസൻസ് നിന്നിൽ നിന്ന് പുറത്തു വരുന്നിടം വരെയും ഒരു വിശ്വാസി കറങ്ങിക്കൊണ്ടിരിക്കും.
और हमारे जीवन में भी ये शबला घूमना कब हतरा बंद होगा? रबत्यादना। जब तक परमेश्वर उडजला नहीं रिबाना चाहता, हस्तरा जब तक जगतना। आपके जीवन में एसेंस नहीं आ जाता, तब तक आप घूमते रहेंगे। എന്റെ കറക്കം എന്തുകൊണ്ട് തീരുന്നില്ല എന്ന് ഇന്ന് പകൽ ആരെങ്കിലും ഇതിനകത്ത് ചോദിച്ചാൽ, और आपका घूमना बंद क्यों नहीं हो रहा, आज यहाँ बैठे कोई पूछेगा तो എന്തൊരു കറക്കമാ ദൈവദാസനെ, കഴിഞ്ഞ ആഴ്ച തുടങ്ങിയ കറക്കമാ, യേശുവിനെ അറിയാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കറക്കമാ. എന്നാ ഈ കറക്കം തീരുന്നതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, എന്റെ ദൈവമാ ആഗ്രഹിച്ച നിന്നിൽ നിന്ന് വെളിയിൽ വരുന്നിടം വരെ നിന്റെ കറക്കം തീരത്തില്ല. और हे प्रभु के दास, ये शमन घूमना कब बंद हरबतसी। होगा? जब से हमने प्रभु को जाना है तब से मैं हालेलुया। घूम रहा हूँ, तो मैं यही कहना चाहूंगा, जब तक परमेश्वर ने जो चाहा है वो तुझ पे प्रकट नहीं होगा, तब तक ये घूमना बंद नहीं होगा। സാമ്പത്തിക ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നപ്പോൾ ഉണങ്ങിപ്പോകേണ്ട പൊട്ടിപ്പോകേണ്ട അനുഭവം വന്നില്ലേ? അപ്പോൾ ആരെങ്കിലും പ്രാർത്ഥിച്ച് നിന്നെ നിലനിർത്തിയത് അത് നിനക്കൊരു കുളിർമയേകി, ഒരു തണലേകി, അതുകൊണ്ട് നീ പൊട്ടിപ്പോകാതിരുന്നു. और आर्थिक तौर पे भी आपको कई बार कमी घटी हुई होगी, लेकिन प्रार्थना के साथ और उन्होंने वहाँ पे खड़ा किया, ये सब परमेश्वर की दया है। ഇപ്പൊ കളിമണ്ണിന്റെ കയ്യിലേക്ക് ഞാൻ ഈ മൈക്ക് ഒന്ന് കൊടുക്കുക. और अगर मैं उस मिट्टी के हाथ में ये माइक को दे दूंगा, കളിമണ്ണിന്റെ സാക്ഷി ഒന്ന് കേൾക്കാം. तो हम जो है मिट्टी की गवाही को हम सुन पाएंगे। കളിമണ്ണ് മൈക്ക് കൊടുത്തു, മൈക്കല്ല ഇങ്ങനെ കളിമണ്ണ് ഓൺ ചെയ്തു. और माइक हमने जो मिट्टी को दे दिया और मिट्टी ने माइक को ऑन किया, ആദ്യം പറഞ്ഞ സാക്ഷി, और उसने जो पहली गवाही दी है, എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, अगर मेरे स्थान में कोई और हुआ होता, ആദ്യം കറങ്ങാൻ നിൽക്കുന്നതിന് മുന്നേ ഈ കുശവന്റെ വീട് വിട്ടു പോയേനെ. और घूमने से पहले ही ये कुमार का भवन छोड़कर चला जाता। രണ്ടാമത് ഈ കളിമണ്ണ് പറയുന്ന സാക്ഷ്യം, और दूसरी गवाही वो ऐसे बोलता है, എന്നീ കുശവനെ കണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഇവന്റെ കറക്കം തീർന്നിട്ടില്ല. और जब से मैंने इस कुमार के देखा है, तब से लेकर अब तक मेरा घूमना बंद नहीं हुआ है। എന്നീ കുശവനെ കണ്ട മൂന്നാമതായി കളിമണ്ണ് സാക്ഷ്യം പറയുക, കഴിഞ്ഞ ആഴ്ച മുഴുവൻ എന്നെ ദൈവം നടത്തി, ഈ ആഴ്ചയും എൻ്റെ കറക്കം തീർന്നിട്ടില്ല. और जो है तीसरी गवाही इस प्रकार जो मिट्टी बोलता है कि पिछले हफ्ता परमेश्वर ने मुझे चलाया, इस हफ्ते भी मेरा घूमना बंद नहीं हुआ। ഈ കളിമണ്ണ് നോക്കുമ്പോൾ ചക്രത്തിന്മേൽ കറങ്ങുന്നതേ കാണത്തുള്ളൂ. और जब ये मिट्टी देखता है अपने आप को, तो वो घूमता हुआ अपने आप को पाता है। അതിന്റെ മൂന്നാമത്തെ വചനം വായിച്ചത്, വേഴ്സ് 3. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നോക്കണം, കളിമണ്ണ് കറങ്ങുന്നു എന്ന് പറയുന്നു, കുശവൻ പറയുക ഞാൻ പണിയുകയാണ്. और जो है मिट्टी बोल रही है कि मैं घूम रहा हूँ, लेकिन कुमार बोल रहा है कि वो बर्तन को बना रहा है। കളിമണ്ണ് പറയുക ഞാൻ കറങ്ങുന്നു, കുശവൻ പറയുന്നില്ല ഇതെന്റെ വേലയാ, എന്റെ പണിയാ. और जो है मिट्टी बोल रही है मैं घूम रहा हूँ, लेकिन कुमार बोल रहा है ये मेरा कार्य है। നീ എത്രത്തോളം കറങ്ങിയാലും നല്ല ഷേപ്പ് വരാനാ ദൈവം ആഗ്രഹിക്കുന്നത്. और आप कितना भी घूम जाए, परमेश्वर अच्छी एक जो है शक्ल में आपको लेके आना चाहता है। കളിമണ്ണ് പറയുന്നു ഞാൻ കറങ്ങുന്നു, കുശവൻ പറയുന്നു നീ കറങ്ങുകയല്ല, ഞാൻ നിന്നെ പണിയുകയാ. और जो है मिट्टी बोल रही है कि मैं घूम रहा हूँ, लेकिन कुमार बोल रहा है तू घूम नहीं रहा, बल्कि मैं तुझे बना रहा ഒരു हूँ। ദൂത് വിളിക്കുന്ന ദൈവമക്കൾ പറയും നീ ജീവിതത്തിൽ കറക്കമേ കാണത്തുള്ളൂ, പക്ഷേ ആ കറക്കത്തിനകത്ത് അവൻ നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. और आज यहाँ पे करें उयर्ती स्तोत्रम चाहिए। से मैं दूध कहना चाहता हूँ कि परमेश्वर के सामने आपको लगेगा आप घूम रहे हो, लेकिन परमेश्वर आपको बना रहा है। പറഞ്ഞത് കേട്ടോ, നീ കറക്കമേ കാണുന്നുള്ളൂ, പക്ഷെ എൻ്റെ ദൈവം നിന്റെ കറക്കത്തിനകത്ത് നിന്നൊരു രൂപം കണ്ടുകൊണ്ടിരിക്കുകയാണ്. और आप घूम रहे हो, लेकिन परमेश्वर जो है आपको बना रहा है, आपका रूप देख पा रहा है। വീട്ടുകാരുടെ മുൻപിൽ, സഭക്കാരുടെ മുൻപിൽ, ദൈവദാസന്മാരുടെ മുൻപിൽ, നേതൃത്വങ്ങളുടെ മുൻപിൽ നീ ഒരു കറക്കമേ കാണുന്നുള്ളെങ്കിലും എൻ്റെ ദൈവം പറയുക നീ കറങ്ങുന്നതിനനുസരിച്ച് ഞാൻ നിന്നെ പണിതുകൊണ്ടിരിക്കുകയാ. और घर वालों के सामने, कलीसिया के सामने, लोगों के सामने, नेताओं के सामने आपको घूमता हुआ आप प्रतीत होते होंगे, लेकिन प्रभु बोल रहा है कि मैं तुझे बना रहा हूँ। ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ ഓർത്തോണം, ഒരുപാട് കറക്കി പണിത് ഇവിടെ കൊണ്ടിരുത്തിയെന്ന് അങ്ങ് ഓർത്തോണം.
और यहाँ बैठे हुए अगर किसी को भी Jesus. परमेश्वर इस्तेमाल कर रहा है तो इस बात को भली भांति जान ले कि प्रभु ने आपको बहुत घुमा घुमा कर आज यहाँ बिठाया है। അപ്പോൾ ഓർത്ത് ഇരമ്യാവിൻ്റെ കൂടെ കുറഞ്ഞ ഒരു 6-7 പേരുണ്ട്, ഒരു 5-6 പേരുണ്ട്. तब सोच कर देखिए यिर्मयाह के साथ 5-6 या 7-8 लोग उसके साथ होंगे। ഈ ചക്രത്തിന്റെ മിഷൻ അങ്ങോട്ട് ഓൺ ചെയ്യുമ്പോൾ और जब इस चाक के मशीन को ऑन कर देते ഈ हैं ചക്രത്തിൽ കൂടെ ചള്ളയും ചെളിയും അങ്ങ് തെറിക്കാൻ തുടങ്ങും. तब इस चाक में से कीचड़ उछलने लगता है। കൂടെ വന്ന അണ്ണന്മാരെല്ലാം പുറകോട്ടങ്ങ് മാറി. तब जो साथ में आए हुए लोग पीछे की ओर चले जाते हैं। ഇവരെല്ലാം പുറകോട്ട് മാറിയിട്ടും ഇരമ്യാവ് മുമ്പോട്ട് കയറി. लेकिन जब ये लोग पीछे हो जाते हैं यिर्मयाह आगे की तरफ गया। ഇരമ്യാവ് മുൻപോട്ട് കയറി നിൽക്കുമ്പോഴും കുശവൻ പറയുന്നുണ്ട്, അല്പം മാറി നിന്നോ ചള്ള തെറിക്കും. और जब यिर्मयाह जो आगे की तरफ बढ़ा तो भी कुमार बोलता है थोड़ा सा पीछे हो जाए गुरु क्योंकि कीचड़ उछलेगा। ചള്ള തെറിക്കും ചെളി തെറിക്കുമെന്ന് പറഞ്ഞ് പലരും മാറിയെങ്കിലും ആ ചെളിയുടെ നടുവിലും കുശവന്റെ കൈ നിന്നെ വിട്ടുമാറിയില്ല. और उस कीचड़ में उछलेगा करके लोग आपको छोड़ के हालेलुया। गए होंगे लेकिन उस समय भी परमेश्वर जो कुमार है उसका हाथ नहीं डगमगाया। നിന്റെ വേദനയിൽ, നിന്റെ തകർച്ചകളിൽ, നിന്റെ ഇല്ലായ്മകളിൽ പലരും നിന്നിൽ നിന്ന് മകന്നകന്നു മാറിയപ്പോൾ ആ കുശവന്റെ കരം നിന്നെ അനുഭവിച്ചില്ലേ? കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. और आपके दुख मुसीबत परेशानियों में लोग आपको छोड़कर चले गए होंगे लेकिन उस समय भी आपने कुमार के समान परमेश्वर के हाथ को अपने जीवन में अनुभव किया होगा। ഒരുപക്ഷെ നീ വിളിക്കുമ്പോൾ നല്ലൊരു മറുപടി കിട്ടിയില്ലെന്ന് വരാം. हो सकता है आपने किसी को कॉल किया आपको अच्छा जवाब नहीं मिला ഒരുപക്ഷെ होगा। നീ ചോദിക്കുന്നതിന് മറുപടി കിട്ടിയില്ലെന്ന് വരാം. हो सकता है आपने जो पूछा उसके लिए जवाब नहीं मिला होगा। 46 സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ കഷ്ടങ്ങളിൽ അവൻ എനിക്ക് ഏറ്റവും നല്ല തുണയാ. और जैसे आप भजन संगीता 46 में पढ़ते हैं कि कष्टों के बीच में मेरा परमेश्वर मेरा शरण स्थान है। ഞാൻ പറയാം, ഇവരെല്ലാം മാറി. ശ്രദ്ധിച്ചോ, ഇവരെല്ലാം എവിടുന്ന് മാറി? ഈ സറൗണ്ടിങ്ങിൽ നിന്ന് മാറി. കാരണം ഇതിന്റെ ബെൽറ്റിൽ നിന്നും ചെളി തെറിക്കും. और ये जो लोग उसके साथ आए हुए थे वहां से वो लोग हट गए ताकि उनके ऊपर कीचड़ ना लगे। ഈ ഈ ഈ അനുഭവത്തിൽ കൂടെ നിന്നവരെല്ലാം അങ്ങ് മാറി. ഈ ചെളി തെറിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിന്നയുടെയും പരിഹാസത്തിന്റെയും സഭയായി ഒരുമിച്ച് നിന്ന് ചെളി തെറിപ്പിച്ചിട്ടുണ്ട്, കുടുംബമായി നിന്ന് ചെളി തെറിപ്പിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളുമായി നിന്ന് ചെളി തെറിപ്പിച്ചിട്ടുണ്ട്. ഈ ചെളി തെറിപ്പിച്ചപ്പോഴെല്ലാം കൂടെ നിന്നവർ മാറി. അന്നും നിന്റെ കൈക്ക് കുശവൻ പിടിച്ചത് കൊണ്ട് ഇന്നും നീ നിലനിൽക്കുന്നു. और हो सकता है सभा में जब आप खड़े थे तब आपके ऊपर कीचड़ उछला हो या दोस्तों के मध्य आपके ऊपर कीचड़ उछला हो या परिवार के सामने उस समय इन सब लोगों ने छोड़ भी दिया होगा तो कुमार के समान परमेश्वर का हाथ हमेशा आपके ऊपर रहा है। ഇരമ്യാവ് കുശവനോട് ചോദിച്ചു, എപ്പോഴാ നിന്റെ കൈ ഈ ചെളിയിൽ നിന്ന് എടുക്കുന്നേ? और यिर्मयाह इस कुमार से पूछता है कब तू इस कीचड़ से अपना हाथ उठा लेगा। കുശവന്റെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് കുശവൻ ഇരമ്യാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നാന്നറിയാമോ? എപ്പോൾ ഇതിന്റെ കറക്കം തീരുന്നോ അന്ന് എന്റെ കൈ എടുക്കത്തുള്ളൂ. और कुमार आंसू भरते हुए उसकी आंखों में वो कहता है जब इसका जो है घूमना बंद हो जाएगा तब मैं अपने हाथों को उठा लूंगा। എപ്പോൾ ഇതിന്റെ കറക്കം തീരുന്നു അപ്പോഴേ എന്റെ കൈ ഈ പാത്രത്തിൽ ഞാൻ എടുക്കത്തുള്ളൂ. और जब इसका घूमना बंद हो जाएगा तभी मैं इस बर्तन से अपने हाथ को हटाऊंगा। ഈ കളിമണ്ണ് പൊട്ടിപ്പോയില്ല, കളിമണ്ണ് ഒന്നും സംഭവിക്കാതെ. കണ്ടത് അതിന്റെ 4-ാമത്തെ വാക്യം, verse 4. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി ഒന്ന് നിർത്തിക്കേ. കുശവൻ ആദ്യം എടുത്തു വെച്ചത് കളിമണ്ണ. और कुमार ने पहले जो है मिट्टी को लेके रखा था। പക്ഷെ ഇപ്പോൾ ഇവിടെ വായിക്കുന്നത് കളിമണ്ണ് എടുത്തു വെച്ചു, പക്ഷെ അവന്റെ കയ്യിൽ നിന്ന് ചീത്തയായി പോയത് എന്താ? പാത്രമാണ്. और जो है कुमार ने वहाँ मिट्टी को रखा था लेकिन अब बर्तन बिगड़ गया। ഇന്ന് പകൽ അതിലൊരു ആത്മീക ദൂത് എൻ്റെ ദൈവസഭയോട് ഞാൻ പറയാം. और इससे मैं एक आत्मिक दूत अपनी कलीसिया से बताना चाहता हूँ। നീ കറങ്ങുമ്പോൾ നിന്നിലുള്ള ശ്രേഷ്ഠത നിനക്കും കൂടെ നിൽക്കുന്നവർക്കും കാണാൻ പറ്റത്തില്ല. और जब आप घूमते हो तो आपके अंदर जो श्रेष्ठता है वो आप या आपके आसपास रहने वाले लोग समझ नहीं पाएंगे। അവിടെ നിന്ന് പ്രവാചകന് കൂടെ വന്ന സംഘാടകന്മാർക്കോ ഒന്നും ഈ കളിമണ്ണിനകത്ത് ഒരു പാത്രം കണ്ടില്ല.
और वहाँ पे आए हुए भविष्यवक्ता या लोग जो है इस मिट्टी में जो है बर्तन को देख नहीं पाए। പക്ഷെ ഈ കറക്കത്തിലും ഈ പാത്രം കണ്ട ഒരുവനുണ്ട്, അവന്റെ പേരാ നല്ല കുശവനായ കർത്താവ്. और लेकिन इस घूमने के समय पे भी एक अच्छे बर्तन को जो है देख पाया, ऐसा था एक अच्छा कुमार। ഇപ്പൊ ഈ കളിമണ്ണിന്റെ കയ്യിലേക്ക് വീണ്ടും ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. और इस मिट्टी को मैं दोबारा माइक दे रहा हूँ। കളിമണ്ണിന് ഇനിയും ചില ടെസ്റ്റിമണി പറയാനുണ്ട്. और जो है मिट्टी और भी कुछ टेस्टमनी को शेयर करेगी। ഒന്ന് കളിമണ്ണിനോട് കുശവൻ ചോദിച്ചു, കളിമണ്ണേ, നിന്നെ ഞാൻ ഇപ്പോൾ ഒരു പാത്രമാക്കി പുറത്തു കൊണ്ടുവന്നിരിക്കുക, എന്താണ് പറയാനുള്ളത്? ഒന്ന് പറഞ്ഞാട്ട് ഈ പ്രവാചകന്റെ മുഖത്ത് നോക്കി ഒന്ന് പറഞ്ഞേ. और कुमार जो मिट्टी से पूछ रहा है कि मैं तुझे बर्तन के रूप में ढालने जा रहा हूँ, आप जो है मिट्टी तू इस जो भविष्यवक्ता से क्या कहना चाहेगी? ഒന്നാമത് കളിമണ്ണ് പറയും, ഞാൻ കറങ്ങി പുറത്തു വന്നപ്പോൾ ഞാനൊരു പാത്രമായി മാറി. और पहली बात जो मिट्टी कह रही है, जब मैं घूम कर बाहर आई तो बर्तन बन गई। കളിമണ്ണെന്നുള്ള പേര് മാറി പാത്രം എന്നുള്ള പേരായി. ഒന്ന്, നിന്റെ കറക്കം നിന്റെ പേര് മാറ്റാനാ. और जो है मैं मिट्टी से बर्तन बन गई। पहले ही जो दूत है वो इस प्रकार है, आपका घूमना जो है आपके नाम को बदल देगा। കരങ്ങളുയർത്തി സ്തോത്രം ചെയ്തേ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട്, ഭാരപ്പെട്ട ദൈവമക്കളോട് പറയാം, നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ കറക്കം നിന്റെ പേര് മാറ്റാൻ വേണ്ടിയാ. और आज यहाँ बैठे हुए परमेश्वर के लोगों से मैं कहना चाहता हूँ, आज आपके जीवन में ये जो घूमना है वो आपका नाम बदल देगा। അപ്പോൾ ഒരു പയ്യൻ ഒരു ചെറിയ ബാലകനെ കൊണ്ട് നടന്നു വന്ന് കുശവനോട് ചോദിച്ചു, എനിക്ക് സ്കൂളിൽ എക്സിബിഷന് വേണ്ടി അല്പം കളിമണ്ണ് തരാമോ? और वहाँ पे क्या हुआ कि एक कुमार के पास एक छोटा बच्चा आ गया। वो कहता है कि मुझे स्कूल के एग्जीबिशन के लिए थोड़ी मिट्टी चाहिए। കുശവൻ കൈ കൊണ്ട് കുറച്ച് മണ്ണ് എടുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കവറിലേക്ക് ഇട്ട് കൊടുത്ത് ഏകദേശം ഒരു 3.5 കിലോ ഉള്ള മണ്ണ്. और जो है कुमार ने वहाँ पे जो है एक पॉलिथीन के अंदर 3.5 किलो के लगभग मिट्टी डालकर बच्चे को दे दी। അവൻ കുറച്ച് നാണയം കുശവന്റെ കയ്യിൽ കൊടുത്ത് പറഞ്ഞു, കുഞ്ഞെ, അതിന് വലിയ വിലയൊന്നും ഇല്ലാത്തതാ, അത് വെറും മണ്ണ, കുഴഞ്ഞ മണ്ണ, നീ കൊണ്ടുവെക്ക്, വലിയ വിലയൊന്നുമില്ല, ഫ്രീ ആയിട്ട് കൊണ്ടുവെക്കോളാൻ പറഞ്ഞു. और कुमार ने जो है वो मिट्टी ऐसे दिया तो उस बच्चे ने पैसे दिए, तो कुमार ने कहा कोई बात नहीं, इस मिट्टी का कोई मूल्य नहीं है, तू फ्री में ले जा। ഇവൻ വീട്ടിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, എനിക്ക് കുശവൻ തന്ന മണ്ണ് കണ്ടോ, കുഴഞ്ഞ മണ്ണ്, നല്ല പശപ്പുള്ള മണ്ണ്, എത്ര രൂപ കൊടുത്തു മോനെ? ഫ്രീ ആയിട്ട് കിട്ടിയതാ. और जब वो ये घर लेके मिट्टी लेके गया तो मम्मी से कहा, देखो कुमार ने मुझे अच्छी मिट्टी दी है जो अच्छे से गुथी हुई है। मम्मी ने पूछा कितने दाम हो गए, तो उसने बच्चे ने कहा ये फ्री में मुझे दी गई അമ്മ है। പറഞ്ഞു, എനിക്ക് ആ കുശവനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞിട്ട് കുശവന്റെ വീട്ടിലേക്ക് ഈ മാതാവ് നടന്നു വന്നു. और जब मुझे मम्मी ने ये सुना, मम्मी ने बोला मुझे भी उस कुमार से मिलना है, तो उसका परिचय लेने के लिए मम्मी उसके भवन में पहुंच ഈ गई। മാതാവ് അവിടേക്ക് വന്നപ്പോൾ വിവിധ രൂപത്തിലും ഭംഗിയിലുമുള്ള അനേക പാത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. और जब ये माता उस कुमार के भवन में गई, अलग अलग तरह के बर्तन बना के वहाँ रखे हुए थे। ഈ അമ്മ അതിൽ നിന്ന് നല്ലൊരു കൂജയും എടുത്തു. और जो उसकी माता ने वहाँ से एक बहुत अच्छी सुराही वहाँ से ले ली। ആ വാതിൽ വിട്ടിറങ്ങാൻ തുടങ്ങിയപ്പോൾ കുശവൻ അവിടെ നിൽക്കാൻ പറഞ്ഞു. और जब वो दरवाजे से जा रही थी तो कुमार ने बोला वहाँ रुक जाओ, എനിക്കതിന് പണം വേണം. और मुझे उसके पैसे चाहिए। ഉടനെ അമ്മ ചോദിച്ചു, എൻ്റെ മകന് മണ്ണ് ഫ്രീ ആയിട്ടല്ലേ കൊടുത്തേ? तो माता ने पूछा, मेरी बेटे को तो आपने मिट्टी फ्री में दी थी। മണ്ണ് ഫ്രീ ആയി കൊടുത്തെങ്കിലും ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്നത് കറങ്ങി 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 വില പ്രാപിച്ചൊരു നന്മയാ, അതിന് വിലയുണ്ട്. और उसने कहा कि मैंने मिट्टी फ्री में दी, लेकिन जो तेरे हाथ में है वो घुमा घुमा कर जो बहुत मेहनत से बनाई हुई एक बहुमूल्य चीज है। നീ ജീവിതത്തിൽ കറങ്ങുന്നതിന്റെ അനുസരിച്ച് നിന്റെ വില കൂടിക്കൊണ്ടിരിക്കും. और आप जीवन में जिस प्रकार घूमते जाओगे आपका मूल्य बढ़ता जाएगा। കളിമണ്ണ് രണ്ടാമത് പറയാനുള്ള സാക്ഷി ഇതാ, ഞാൻ ഒരുപാട് കറങ്ങിയത് കൊണ്ട് എന്റെ വില മാറി. और दूसरी उसकी टेस्टमनी ये थी मिट्टी की कि मैं बहुत घूमा था, इसलिए मेरे मूल्य बदल गया। ഒന്നവൻ അധികം ഒരു നാട് കറങ്ങിയത് കൊണ്ട് പേര് മാറി. पहला बहुत ज्यादा घूमने की वजह से उसका नाम बदल गया। രണ്ടവൻ ഒരുപാട് കറങ്ങിയത് കൊണ്ട് അവന്റെ വില മാറി. और दूसरा इतना घूमने के बाद उसका मूल्य बदल गया। മൂന്നവൻ ഒരുപാട് ചക്രത്തിലിരുന്ന് കറങ്ങിയത് കൊണ്ട് അവന്റെ നില മാറി. और तीसरा उसने इतना जो है घूमा, इसलिए उसका जो है स्थान बदल गया। പറമ്പിൽ കിടന്ന കളിമണ്ണ് ഇപ്പൊ ഡൈനിങ് ടേബിളല്ല. और जो है मिट्टी जो
खेत में पड़ी हुई थी, अब ये डाइनिंग टेबल के ऊपर है। ഇന്ന് പകൽ എത്രത്തോളം നീ കറങ്ങുന്നു എന്ന് ഭാരപ്പെടണ്ട. നിന്റെ വില മാറ്റാൻ, നിന്റെ നില മാറ്റാൻ, നിന്റെ പേര് മാറ്റാൻ അവൻ വിശ്വസ്തനാ. और आज सुबह के समय आप इतना घूमे हैं, इस बात की चिंता ना करें, बल्कि आपका नाम बदलने के लिए, आपका स्थान बदलने के लिए परमेश्वर काफी है। ഇനിയും ഒന്ന് രണ്ട് ഗൗരവമായി ചിന്തിച്ചതിന് ശേഷം എനിക്ക് നാലാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവിടെ ഒന്ന് രണ്ട് ദൈവികാശയങ്ങൾ ദൈവാത്മാവ് തരുന്നു. നാലാമത്തെ വാക്യം. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി. ഒന്ന് നിർത്തണേ. ആദ്യമേ ഈ മണ്ണ് കയ്യിലെടുത്തപ്പോൾ 3 കാര്യം ഈ കളിമണ്ണിനോട് പറഞ്ഞ പണി തുടങ്ങിയത്. और पहले ही उस मिट्टी को जब लिया गया था, कुमार ने 3 बातों को बोलकर वहां पे शुरू किया था। എന്തായിരുന്നു 3 കാര്യങ്ങൾ? ഒന്ന്, ഞാൻ നിന്നെ അധികം സ്നേഹിക്കുന്നു. और पहली बात थी कि कुमार ने बोला मैं तुझसे ज्यादा प्यार करता हूँ। 2, നീ എൻ്റെ സ്വപ്നമാണ്. दूसरी बात थी कि तू मेरा स्वप्न है। 3, ഈ നിൽക്കുന്ന പ്രവാചകന്റെ മുൻപിൽ എൻ്റെ തല താഴ്ത്തരുത്. और तीसरा, इस भविष्यवक्ता के सामने मुझे लज्जित होने मत देना। ഒരു നേരം പോലും ഒരു കൗള് വെള്ളം പോലും കുടിക്കാതെ, और एक भी जो है समय, एक भी पल भर में उसने पानी भी नहीं पिया। ഈ പാത്രം ഉണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാടിൽ തൊണ്ടയ്ക്കുന്ന ഉമ്മുനീര് പോലും ഒന്ന് ഇറക്കാൻ സമയമെടുക്കാതെ, और ये बर्तन बनाने के समय में उसने जो है पानी की घूंट भी नहीं ली, ऐसे उसने बनाया। വളരെ സൂക്ഷ്മതയോടെ ഉണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിലിരുന്ന് ചീത്തയായി. और उसने बहुत ध्यान पूर्वक बनाया था ये बर्तन, लेकिन वहां बिगड़ गया उसके हाथ में। അതൊരിക്കലും സംഭവിക്കരുതായിരുന്നു കേട്ടോ. और ऐसा होना नहीं चाहिए കാരണം था। സൂക്ഷ്മതയോടുണ്ടാക്കിയ പാത്രം, വളരെ അറ്റൻഷൻ കൊടുത്തുണ്ടാക്കിയ പാത്രം. കാരണം പ്രവാചകൻ മുൻപിൽ ഇങ്ങനെ നിൽക്കുകയാ. और उसने बहुत ही ध्यान पूर्वक भविष्यवक्ता के सामने उस बर्तन को बनाया था। ആവശ്യത്തിന് വെള്ളം തളിച്ചു കൊടുത്തു, ഉണങ്ങാതിരിക്കാൻ വെള്ളം തളിച്ചു കൊടുത്തു. और बहुत ही सूख ना जाए इसलिए आवश्यकता के अनुसार पानी ഒരു डाला था। കണ്ണ് ചിമ്മിക്കാതെ സൂക്ഷ്മതയോടെ നോക്കി നിന്ന പാത്രം അവന്റെ കയ്യിലിരുന്ന് ഉടഞ്ഞുപോയി. लेकिन उसने बहुत ध्यान पूर्वक उस बर्तन को बनाया था, फिर भी वो बर्तन बिगड़ गया। അവന്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ ഭയപ്പെട്ടു. और जो है कुमार के हाथ कांपने लगे और वो भयभीत हो गया അവന്റെ തല താണു. और उसका सर झुक गया അവന്റെ സ്വപ്നം തീർന്നു. और उसका स्वप्न खत्म हो गया। എന്റെ നശിച്ച ജീവിതം, मेरा नाश भरा जीवन, എന്റെ ഈ നശിച്ച ചക്രം, मेरा नाश भरा चाक, എന്റെ കൂടി ഇത്രത്തോളം നിന്നിട്ടും എന്റെ പ്രവാചകന്റെ മുൻപിൽ എന്നെ നാണം കെടുത്തിയല്ലോ. और इतना मैं तेरे साथ रहा, लेकिन तब भी तूने इस भविष्यवक्ता के सामने मुझे लज्जित कर दिया। ഈ കളിമണ്ണിനെ കയ്യിൽ പിടിച്ച് ചുരുട്ടി और इस मिट्टी को लेकर उसने हाथ में दोबारा से गूंथा। എന്റെ പ്രവാചകന്റെ മുൻപിൽ നീ എന്നെ നാണം കെടുത്തിയല്ലോ. और तूने मेरे भविष्यवक्ता के सामने लज्जित ഇതിനകത്തിരിക്കുന്ന किया। ദൈവമക്കളോട് പറയാം, കുശവന്റെ തല താഴ്ത്താൻ ഒറ്റ ദൈവമക്കൾ ആഗ്രഹിക്കരുത്. और यहाँ बैठे हुए कलीसिया के लोगों से कहना चाहता हूँ, कुमार के सर को कभी ना झुकाए। നിന്നോട് ഒരുപാട് സ്നേഹമുള്ള കുശവന്റെ തല താഴാൻ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ അനുവദിക്കരുത്. और आपसे इतना अत्यधिक प्यार करने वाले कुमार का सर कभी ना झुके। ആ കുശവന്റെ സ്വപ്നമാണ് നിങ്ങൾ ഓരോരുത്തരും. और उस कुमार का स्वप्न है आप में से प्रत्येक ആ व्यक्ति। കുശവന്റെ ഭാവിയാ നിങ്ങള്. और आप उस कुमार के भविष्य हो। പ്രവാചകന്റെ മുൻപിൽ കുശവന്റെ തല താണു. और भविष्यवक्ता के सामने कुमार लज्जित हो गया। നിങ്ങളുടെ മുൻപിൽ പ്രസംഗിക്കുന്ന ദൈവദാസനായാലും, और आपके सामने प्रचार करने वाला प्रभु का സുവിശേഷ दास വേല हो, ചെയ്യുന്ന ദൈവദാസന്മാരായാലും, या सुसमाचार के कार्य करने वाले प्रभु के लोग हो। കളിമണ്ണുകളായി ദൈവത്തിന്റെ വിവിധ പാത്രങ്ങളായി ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാം, നിന്നെ സ്നേഹിക്കുന്നവരെ കരുതുന്നവന്റെ തല താഴാൻ ഒരു പ്രവാചകന്റെ മുൻപിലും ഒരു ദൈവമക്കളും ആഗ്രഹിക്കരുത്. और आपको संभालने वाले आपके जो है जो है शबाला प्रभु के हरबतस। लोगों के सामने कभी भी ऐसे कार्य को ना करे जिससे प्रभु का सर नीचे हो। കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്തേ. ഞാൻ ചോദിക്കുകയാണ്, ഇത് കണ്ടോ, കയ്യിൽ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവന്റെ കൈ ചീത്തയായി പോയെന്ന് പറയാം. ഓൾറെഡി കളിമണ്ണ് എന്തായി മാറിയായിരുന്നു? പറഞ്ഞേ, പാത്രമായി മാറിയില്ലേ? പാത്രമായി കുറച്ചുകൂടെ കറങ്ങിയാൽ മതിയായിരുന്നു. ഫിനിഷിംഗ് പോയിന്റില തകർന്നേ. और जो है मिट्टी जो है बर्तन बन रहा था और फिनिशिंग पॉइंट आने से पहले वो बिगड़ गया। ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞെട്ടിപ്പോയൊരു കാര്യം പറയാം. കുറച്ചുകൂടെ കറങ്ങിയിരുന്നെങ്കിൽ നിലയും പേരും വിലയും മാറിയേന. പക്ഷേ ആ ഫിനിഷിംഗ് വർക്കിൽ തകർന്നു.
और थोड़ा सा और अगर वो ढंग से हो जाता तो हो सकता है उसका नाम, स्थान, मूल्य सब बदल जाता, लेकिन उस टाइम पे वो वहाँ पे जो है टूट गया। കിട്ടിയോ ദൈവമക്കളെ? കുശവന്റെ കയ്യിലാ നിന്റെ ഇരിപ്പെങ്കിലും ആ ഫിനിഷിംഗ് പോയിന്റ് ഒരുപാട് കറങ്ങി കറങ്ങി നിന്നയും കഷ്ടപ്പാടും വേദനയും സഹിച്ച് എൻ്റെ ദൈവം അടുത്ത തലത്തിലേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ അവൻ ആഗ്രഹിച്ച സമയത്ത് അവൻ്റെ സ്വപ്നങ്ങളെ നീ കാറ്റിൽ പറപ്പിച്ച് നിന്റെ പ്രാർത്ഥനാ ജീവിതം കുറച്ച്, നിന്റെ ഉപവാസം കുറച്ച്, നിന്റെ ആരാധന കുറച്ച്, നിന്റെ വചനധ്യാനം കുറച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ദൈവ സഭയെ താഴ്ത്തിക്കെട്ടി നിന്റെ ആത്മീകത നശിപ്പിക്കരുത്. കാരണം കുറച്ചുകൂടെ കറങ്ങിയാൽ മതി നിന്റെ നിലവാരം. और हो सकता है कि थोड़े ही समय में वो बर्तन बदल जाता, लेकिन आपकी एक गलती की वजह से, प्रार्थना ना करने से, उपवास ना करने से वो चेंज हो गया। 2 മിനിറ്റ് കൂടെ കറങ്ങിയിരുന്നെങ്കിൽ സൂപ്പർ പാത്രമായി. 2 मिनट और घूम जाता तो एक बहुत ही सुंदर बर्तन बन जाता। പുള്ളിക്ക് ദേഷ്യം വന്നു. और ये कुमार को गुस्सा आ गया। 4-ാമത്തെ വാക്യം വായിച്ചേ. 4-ാമത്തെ വാക്യം. നിർത്തിക്കേ മോനെ. നീ 2 മിനിറ്റ് കൂടി ഇരുന്ന കറക്കം തീരുന്നു. കുശവൻ എന്തോ പാത്രം ഉണ്ടാക്കുന്ന പിന്നെ വായിക്കുന്നേ പറഞ്ഞാ മറ്റൊരു തോന്നിയ പാത്രം എന്ന് പറഞ്ഞ ഇതേ ഉള്ളൂ. കുശവന് വലിയ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു അതുണ്ടാക്കാൻ. ഇവിടെ ഇരിക്കുന്നവരോട് പറയും തോന്നിയ പാത്രമാക്കി പണിതാനാണ് നിനക്ക് ആഗ്രഹം. കുശവന്റെ ഉള്ളിലെ മനസ്സിലെ പാത്രമായി മാറാനാണ് നിനക്ക്. और कोई सा भी बर्तन बनना आपकी इच्छा है या परमेश्वर की जो इच्छा है उसके अनुसार बनना आपको भावता है। ഞാൻ ഈ ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിർത്താൻ പോകും. और मैं ये दूत बोलकर जो प्रार्थना करके बंद करना चाहता हूँ। എന്നെ തോന്നിയതുപോലെ പണിയണ്ട. मुझे जैसा होना चाहिए वैसे नहीं, എന്റെ പ്രാണനാഥന്റെ ഇഷ്ടം പോലെ എന്നെ പണിയണം. बल्कि हमारे प्राणनाथ की इच्छा के अनुसार मुझे बनाए। കുശവന്റെ കണ്ണങ്ങ് നിറഞ്ഞു. कुमार की आंखें भर गई, അവന്റെ കൈകൾ വിറയ്ക്കുകയാ. उसके हाथ कांपने लगे। കൈകൾ കൂപ്പിക്കൊണ്ട് പ്രവാചകനോട് പറയുകയാ, ഞാൻ പരാജയപ്പെട്ടു, എന്റെ കഴിവുകൾ തീർന്നു, എന്റെ സ്വപ്നങ്ങൾ പോയി, ഇനി നോക്കണ്ട, എനിക്ക് തോന്നിയതുപോലെ ഞാൻ പണി. और वो है जो है भविष्यवक्ता के सामने अपने हाथों को जोड़ते हुए, आंसू बहाते हुए कहता है कि जो है परमेश्वर की इच्छा के अनुसार हो। മഹനീയ ദൈവസഭയിലെ ഒറ്റ കുടുംബങ്ങളിലും തോന്നിയതുപോലുള്ള പണി വേണ്ട, ദൈവത്തിന്റെ ഇഷ്ടം പോലുള്ള പണി നടക്കണം. और हमारे कलीसिया के लोगों के जो है भवन में भी ऐसे आलतू फालतू तरीके से ना हो, बल्कि परमेश्वर की इच्छा के अनुसार कार्य हो। തോന്നിയതുപോലെയുള്ള ശുശ്രൂഷ പാഠവുമല്ല. എന്റെ കുശവന്റെ പ്രവാചകൻ എന്താഗ്രഹിക്കുന്നു അപ്രകാരം മെനഞ്ഞൊരു പാത്രമാക്കി, മാന്യതയുള്ളൊരു പാത്രമാക്കി, വിലമാറാൻ, നിലമാറാൻ, നിന്റെ അവസ്ഥകൾക്ക് മാറ്റം തരാൻ, പേര് മാറ്റാൻ കഴിവുള്ളൊരു കുശവൻ ഇന്ന് പകൽ ആലയത്തിന് നടുവിലുണ്ട്. എല്ലാ കണ്ണുകളും ദൈവസ്ഥലടയ്ക്കാം, ഹൃദയങ്ങളെ ദൈവസ്ഥലേക്ക് ഏകാഗ്രമാക്കി അപ്പനോട്